ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. മച്ചാട് മലയോര മേഖലയിൽ വന്യജീവി ശല്യവും വിഷപ്പാമ്പുകളുടെ ഭീഷണിയും രൂക്ഷമാകുന്നു. ഭീതിയിലായ വനാതിർത്തി ഗ്രാമങ്ങൾ അധികൃതരുടെ സഹായം തേടുന്നു. പശ്ചിമഘട്ടത്തിന്റെ ഹരിതശോഭ പുതച്ച മച്ചാട് മലനിരകളുടെ അടിവാരമെന്ന അദൃശ്യമായ ഒരു യുദ്ധക്കളമാണ്. പ്രകൃതിയുടെ ശാന്തതയെ കീറിമുറിച്ചുകൊണ്ട് അവിടെ ഉയരുന്നത് കാടിറങ്ങുന്ന വന്യജീവികളുടെ ഗർജനവും ഭീതിയിൽ വിറങ്ങലിച്ച ഒരു ജനതയുടെ നെഞ്ചിടിപ്പുമാണ്. തൊണ്ണൂർക്കര പടിഞ്ഞാട്ടുമുറി മുതൽ കാളിയാറോട് ഇളനാട് വരെയുള്ള വനാതിർത്തി ഗ്രാമങ്ങൾ ഇന്ന് ഒരു വലിയ ദുരന്തം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന മുൾമുനയിലാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ഇലയനക്കങ്ങളിൽ പോലും മരണം ഒളിപ്പിച്ചു വെച്ച കരിയിലകൾക്കിടയിൽ കണ്ണുകൾ തിളങ്ങി ചിറ്റുന്ന അണലിയും മിന്നൽ വേഗത്തിൽ പാഞ്ഞെടുക്കുന്ന മൂർഖനും ഓരോ ചുവടിലും അപകടത്തിന്റെ കെണിയൊരുക്കുന്നു. മങ്ങാട് കളപ്പാറ മേഖലകളിൽ മല്ലശ്ശേരിക്കാവിന്റെ പരിസരങ്ങളിലും പൂളച്ചോട്ടിലും വിഷസർപ്പങ്ങളുടെ സ്വൈര്യവികാരം അത്രമേൽ രൂക്ഷമാണ്. മണ്ണോട് മണ്ണായി അലിഞ്ഞു ചേർന്ന് ഇരയെ കാത്തിരിക്കുന്ന അണലികൾ തിരിച്ചറിയാൻ കഴിയാത്ത മരണദൂതന്മാരായി മാറുന്നു. ഇതുവരെ ആർക്കും പാമ്പ് കടിയേറ്റിട്ടില്ല എന്നത് ഒരു ദൈവനിശ്ചയമായി നാട്ടുകാർ കാണുമ്പോഴും വനാതിർത്തി ഗ്രാമമായ തോട്ടേക്കാടിന് നടുക്കി കഴിഞ്ഞ 9 മാസത്തിനിടെ 2 കൂറ്റൻ രാജവെമ്പാലകളെയാണ് വനം വകുപ്പ് പിടികൂടിയത്. വനാന്തരങ്ങളിലെ നിഗൂഢതകളിൽ നിന്ന് നാഗരാജാക്കന്മാർ കൂടി നാട്ടിലിറങ്ങുന്നത് ഈ പ്രദേശം എത്രമാത്രം അപകടകരമായ അവസ്ഥയിലാണെന്നതിന്റെ നടുക്കുന്ന തെളിവാണ്. പവിത്രമെന്ന് കരുതിയ മല്ലശ്ശേരിക്കാവിന്റെ ചാരത്ത് പോലും സർപ്പങ്ങൾ തക്കം പാർത്തിരിക്കുന്നത് വിശ്വാസികളെയും ഭീതിയിലാഴ്ത്തുന്നു. ഭീതിയുടെ ആഴം അവിടെയും അവസാനിക്കുന്നില്ല. കഴിഞ്ഞ 3 വർഷമായി മച്ചാട് മലനിരകളിൽ നിന്നിറങ്ങുന്ന കാട്ടാനക്കൂട്ടം ഈ ഗ്രാമങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടേക്കാട് മുതൽ എളനാട് വരെയുള്ള പ്ലാന്റേഷൻ മേഖലയിൽ റബ്ബറും തെങ്ങും കവുങ്ങും കടപുഴുക്കിയെറിയുന്ന ഗജവീരന്മാർ കാർഷിക മേഖലയുടെ നട്ടല്ലൊടിക്കുന്നു. ലക്ഷങ്ങൾ ചെലവാക്കി സർക്കാർ സ്ഥാപിച്ച സൗരവേലികൾ പകലയിടത്തും തകർത്തെറിഞ്ഞാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് കടന്നുകയറുന്നത്. ഇതിനു പുറമെ കാട്ടുപന്നികളും മയിലുകളും കുരങ്ങുകളും വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങൾ കൂടി ചേരുമ്പോൾ കർഷകർ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമാവുകയാണ്. കൃഷിയിടങ്ങളിലെ വിളവല്ല ഓരോ നിമിഷവും തിരിച്ചു കിട്ടുന്ന ജീവനാണ് തങ്ങളുടെ സമ്പാദ്യമെന്ന് കർഷകർ വിതമ്പലോടെ പറയുന്നു. പഴയന്നൂർ തിരുവില്ലാമല മേഖലകളിൽ പാമ്പ് ശല്യം അതിരൂക്ഷമായി തുടരുമ്പോൾ തന്നെ ചേലക്കര മലയോരത്ത് ആനകളും കൂടി താണ്ഡവമാടുന്നത് ഇരട്ടപ്രഹരമാണ്. രാത്രിയായാൽ വീടിന്റെ ജനലുകൾ തുറക്കാൻ പോലും ഭയക്കുന്ന, ഒരു നേർത്ത ശബ്ദം കേട്ടാൽ പ്രാണരക്ഷാർത്ഥം വീടിനുള്ളിൽ ഒളിക്കുന്ന ഒരു ജനതയുടെ വിലാപം മച്ചാട് മലനിരകളിൽ പ്രതിധ്വനിക്കുകയാണ്. കാടിനും നാടിനും ഇടയിലുള്ള ഈ മരണം മണക്കുന്ന അതിർത്തികളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന മുറവിളിയിലാണ് ഓരോ ഗ്രാമവും. വനാതിർത്തികളിൽ തകരാത്ത പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയും നിരീക്ഷണം ശക്തമാക്കിയും ഈ വന്യജീവി അധിനിവേശത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ മച്ചാട് മലനിരകളുടെ ഈ താഴ്വാരകൾ ഭയത്തിന്റെ നിഴലിൽ എന്നും വിറങ്ങലിച്ചു നിൽക്കും. ന്യൂസ് ബ്യൂറോ, CCV News.